നാഗ്പൂരിലെ വളരെയധികം ചെറിയൊരു ഗ്രാമത്തിൽ വളർന്നിരുന്ന ഒരു സന്തുഷ്ടയായ ഒരു പെൺകുട്ടിയായിരുന്നു ശ്രേയ. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസും ശ്രേയയുടെ കേസും. 8 വയസ്സ് പ്രായം മാത്രമുള്ളപ്പോഴാണ് ശ്രേയയ്ക്ക് അവളുടെ അച്ഛനെയും അമ്മയും കാർ ആക്സിഡന്റിൽ നഷ്ടമാകുന്നത്. അതിനുശേഷം ശ്രേയയെ എടുത്തു വളർത്തുന്നത് അവളുടെ അപ്പൂപ്പൻ. പഠനത്തിനായാലും സ്പോർട്സിനായാലും വളരെയധികം മികവ് കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രേയ. ബിടെക് പാസ്സായി കഴിഞ്ഞതിന് ശേഷം അവൾ ഒരു IT കമ്പനിയിലേക്കാണ് ജോലിക്ക് കയറുന്നത്. IT കമ്പനിയിലേക്ക് വെച്ച് ജോലിക്ക് കയറുമ്പോഴാണ് അവള് സഞ്ജയ് എന്ന് പറഞ്ഞൊരു വളരെയധികം നല്ലൊരു മിടുക്കനായ ഒരു അവളുടെ കോവർക്കറിനെ പരിചയപ്പെടുകയും അവര് അങ്ങനെ ഒരു 6 മാസത്തിനകം തന്നെ അവര് പ്രണയത്തിലാവുകയും അവര് കല്യാണത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 25ാമത്തെ വയസ്സിൽ ശ്രേയ സഞ്ജയ് വിവാഹം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ വളരെയധികം നല്ലൊരു ഫാമിലി ലൈഫായിരുന്നു അവര് ലീഡ് ചെയ്തുകൊണ്ടിരുന്നതും. മാത്രമല്ല ശ്രേയയും സഞ്ജയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ പറയുകയുണ്ടായി. പക്ഷേ ശ്രേയ ഒരു കാര്യം മാത്രം സഞ്ജയിൽ നിന്നും ബാക്കി ലോകത്തിൽ നിന്നും അവൾ ഒളിച്ചു വെക്കുകയുണ്ടായി. അതാണ് ശ്രേയയ്ക്ക് ഇതുവരെയും പീരീഡ്സ് ഉണ്ടായിട്ടില്ല. ശ്രേയക്ക് ഇതുവരെയും ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ പീരീഡ്സ് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഈ ഒരു കാര്യം സഞ്ജയിൽ നിന്നും അവൾ ലോകത്തെ എല്ലാ ആളുകളിൽ നിന്നും അവൾ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദിവസം കഴിയും തോറും അവൾക്ക് അവളുടെ നെഞ്ചിലുള്ള ആദി കൂടിക്കൂടി വരികയുണ്ടായി. കാരണം അവൾക്ക് ഒരു അമ്മയാകാൻ പറ്റുമോ, അവൾക്ക് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള പേടിയും ആശങ്കയും അവളുടെ ഉള്ളിൽ കൂടി വരികയുണ്ടായി. അങ്ങനെയാണ് ശ്രേയ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ശ്രേയ ഡോക്ടർ തരുൺ എന്ന് പറഞ്ഞ ഒരു വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ ഇടയായത്. അങ്ങനെ ഡോക്ടർ തരുൺ ഒരുപാടധികം എക്സാമിനേഷൻസും സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം ശ്രേയയോട് ആ വിവരം അറിയിച്ചു. ശ്രേയയുടെ ജീവിതം തന്നെ താറുമാറാക്കിയതായിരുന്നു ആ ഒരു ഡയഗ്നോസിസ്. ശ്രേയയ്ക്ക് യൂട്രസ് ഇല്ല. ശ്രേയ ഇസ് നോട്ട് ഹാവിംഗ് എ യൂട്രസ്. ശ്രേയയ്ക്ക് ഒരു യൂട്രസ് ഇല്ല. ശ്രേയയ്ക്ക് ഒരിക്കലും അമ്മയാകാൻ പറ്റില്ല. ഇതായിരുന്നു ഡോക്ടർ തരുൺ ശ്രേയയോട് പറഞ്ഞ ആദ്യത്തെ കാര്യം. ആൻഡ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസും ഈ ഒരു കേസിനെ പറ്റി തന്നെയാണ്. കംപ്ലീറ്റ് ആൻഡ്രോജൻ ഇൻസെൻസിറ്റിവിറ്റി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വളരെയധികം റേറും വളരെയധികം ഭീതിപ്പെടുത്തുന്നതുമായ ഒരു ഡിസീസ് ആയിരുന്നു ശ്രേയയെ അഫക്ട് ചെയ്തിരുന്നത്. ഞാൻ ഈ ഒരു ഡിസീസിനെ പറ്റിയിട്ടാണ് അടുത്ത റീലിൽ പറയാൻ പോകുന്നതും എങ്ങനെയാണ് നമുക്ക് ഈ ഡിസീസ് വരുന്നതും എങ്ങനെയാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതും ശ്രേയയ്ക്ക് ഇനി പ്രഗ്നന്റ് ആവാൻ പറ്റുമോ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് ഇതിലുള്ളത് എല്ലാമാണ് അടുത്ത റീലിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുപോലെയുള്ള വളരെയധികം വിചിത്രമായ മെഡിക്കൽ കേസുകളും അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്ട് യു ടു ഡു ഇസ് യു ഹാവ് ടു പ്ലീസ് ഫോളോ മൈ പേജ് ആൻഡ് ഓൾസോ ഡു ലൈക്ക് ആൻഡ് ഓൾസോ ഡു ഷെയർ ടു മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ